നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ 75ാം റിപ്പബ്ലിക് ദിനാചരണം ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് നടന്നു. ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പതാക ഉയർത്തിയ ശേഷം മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദേശം നൽകി. മുതലക്കോടം സേക്രഡ് ഹാർട്ട്സ് ഗേൾസ് ഹൈസ്കൂളിലെ വാർഷികാഘോഷം നടത്തി. പൊതുസമ്മേളനം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം രൂപത മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റി ആസ്ഥാന മന്ദിരമായ MEA സെന്റർ ശിലാസ്ഥാപനവും വാർഷിക ജനറൽ ബോഡിയും മങ്ങാട്ട് കവലയിൽ നടന്നു. MEA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം BM അബ്ബാസ് ശിലാസ്ഥാപനം നിർവഹിച്ചു. പ്രാദേശിക പത്ര, ദൃശ്യ, ശ്രാവ്യ മാധ്യമ പ്രവർത്തകർ ചേർന്ന് മൂലമറ്റത്ത് പ്രസ് ക്ലബ് ആരംഭിച്ചു. ക്ലബിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. പ്രസിഡന്റ് സോമി മുണ്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ന്യൂമനൈറ്റ്സിന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക അനധ്യാപക മെഗാ സംഗമം നടത്തി. ഇടുക്കി ജില്ലാ മജിസ്ട്രേറ്റ് നിക്സൺ M ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ 75ാം റിപ്പബ്ലിക് ദിനാചരണം ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് നടന്നു. ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പതാക ഉയർത്തിയ ശേഷം മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദേശം നൽകി. രാജ്യം പ്രതികൂല ചുറ്റുപാടുകളെ അതിജീവിച്ച് വികസന പാതയിലൂടെ മുന്നേറുകയാണെന്നും കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഇടുക്കി ജില്ലയുടെ പങ്ക് എടുത്തു പറയേണ്ടതാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, വ്യാവസായിക മേഖലയിൽ, ടൂറിസം രംഗത്ത് നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ രൂപപ്പെടുത്തി പൊതുവിദ്യാലയങ്ങളെ ശാക്തീകരിക്കുവാനും വിദ്യാർത്ഥികൾക്ക് പ്രീ പ്രൈമറി മുതൽ 12ാം ക്ലാസ് വരെ നല്ല രീതിയിൽ പഠിച്ച് വളരുവാനുള്ള അവസരവും നമ്മുടെ സംസ്ഥാനത്തിൽ ലഭ്യമാക്കിയിരിക്കുന്നു. ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളെ കൊഴിഞ്ഞുപോക്കിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റി അക്ഷരജ്ഞാനം പകർന്നു കൊടുക്കുന്ന ആ സ്കൂളുകളെ അറിവിൻ്റെ മികച്ച ശാലകളാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് നിദാനമാവുകയാണ് നമ്മുടെ സർവകലാശാലകൾ. അതോടൊപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഇന്ന് അന്താരാഷ്ട്ര നിലവാരമുള്ള വളർച്ചയുടെ ഘട്ടത്തിലേക്ക് നമ്മൾ അടുക്കും. വിദേശത്തു നിന്നുള്ള കുട്ടികൾ പോലും നമ്മുടെ നാട്ടിൽ വന്ന് പഠിക്കാനുള്ള അവസരം ഒരുങ്ങുന്നു. കണ്ണൂർ സർവകലാശാലയിൽ അഡ്മിഷൻ എടുത്ത വിദേശികളായ കുട്ടികൾക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഹോസ്റ്റൽ സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയത് ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ്. 75ാം റിപ്പബ്ലിക് ദിന പരേഡിൽ പോലീസ്, വനം വകുപ്പ്, എക്സൈസ്, ഫയർഫോഴ്സ്, NCC, സ്റ്റുഡന്റ് പോലീസ്, സ്കൗട്ട്സ്, ഗൈഡ്സ് എന്നിങ്ങനെ വിവിധ പട്രോണുകൾ അണിനിരന്നു. ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് TK വിഷ്ണു പ്രദീപ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വകുപ്പുതല മേധാവികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. പരേഡ് കമാൻഡർ ശ്രീ വിനോദ് കുമാർ T നയിക്കുന്ന ലോക്കൽ പോലീസ് മെൻ പ്ലറ്റൂൺ കടന്നുപോകുന്നു. ബിനു നയിക്കുന്ന ഗവൺമെന്റ് കോളേജ് കട്ടപ്പനയുടെ ബിജു നയിക്കുന്ന ജവഹർ നവോദയ വിദ്യാലയ കുളമാവിച്ചു വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. മാസ്റ്റർ സത്യനാഥ് മാസ്റ്റർ ഹരിഗോവിന്ദാർ നയിക്കുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് ഗേൾസ് പ്ലറ്റൂൺ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്നു. ഗേൾസ് പ്ലറ്റൂൺ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നുപോകും. കണ്ണും മനസ്സ് കുളിർപ്പിച്ച ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇടുക്കി ജില്ലാ ഓഫീസിന്റെയും തൊടുപുഴ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു.
മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. മോട്ടോർ തൊഴിലാളികൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇടുക്കി ജില്ലാ ഓഫീസും തൊടുപുഴ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലും ചേർന്ന് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോലാനി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ക്യാമ്പ് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ബോർഡ് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് അത് യഥാസമയം തൊഴിലാളികൾ കൈപ്പറ്റാത്തതിനെക്കുറിച്ചും അല്ലെങ്കിൽ തൊഴിലാളികൾ എത്തിച്ചേരാത്തതിനെക്കുറിച്ചൊക്കെയാണ് ഞാനോട് സൂചിപ്പിച്ചത്. അങ്ങനെ എത്രയും അധികം തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ വിവിധ തലത്തിലുള്ളത് കൊടുക്കുന്ന മറ്റൊരു സംവിധാനം വേറെ. എങ്കിലും തൊഴിലാളികളെ സംബന്ധിച്ചിപ്പം ഹൈറേഞ്ചിലെ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ തൊഴിലാളികളുടെ എണ്ണം എടുത്ത് ഇത്രയുമധികം വാഹനം ഓടിക്കുന്ന തൊഴിലാളികളുള്ള ചെറിയ വലുതുമായ വാഹനം ഓടിക്കുന്ന ആളുകളുള്ള തൊഴിലുകൾ. എങ്കിലും അതിലെ ചെറിയൊരു വിഭാഗം മാത്രം ആളുകളെ ബോർഡിൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളിലോ അല്ലെങ്കിൽ അതിന് ചെയ്യുവാനോ അംഗത്വമെടുക്കുവാനോ ഒക്കെ തയ്യാറായി വരുന്നു. പകുതി ആളുകളും എത്തുന്നില്ല എന്നുള്ളൊരു ഗുരുതരമായൊരു പ്രശ്നമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. മറ്റ് സഹായങ്ങളും അല്ലെങ്കിൽ ഈ മേഖലയിൽ തൊഴിൽ യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ദീർഘകാലം വാഹനം ഓടിച്ച് വളരെ പ്രായം ചെന്ന ആളുകൾക്ക് നമുക്കറിയാം നഗരത്തിൽ വാഹനമുണ്ട്. അതുപോലെ തന്നെ ഹെവി വാഹനങ്ങൾ ഓടിച്ച് അതിലേക്ക് പറ്റാത്തൊരവസ്ഥ പിന്നിലേക്ക് വാഹനങ്ങളിലേക്ക് കിടക്കുന്നവർക്ക് ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളും ഉണ്ട്. എങ്കിലും ജീവിതാവസാനം വരെ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങളും അല്ലാതെ മറ്റൊന്നും ജീവിതത്തിൽ ബാലൻസ് ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് തിരിഞ്ഞു പോകുന്ന ഡ്രൈവർമാർ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ദീർഘകാലം ഈ മേഖലയിൽ തൊഴിലെടുത്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്ത് നേത്ര പരിശോധന നടത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അംബിക എ.കെ, ബിബിൻ എസ്, ഉപദേശക സമിതി അംഗങ്ങളായ കബീർ കെ, സഞ്ജു എ.പി, അബ്ദുൽ കരീം ടി.കെ, ജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുതലക്കുടം സേക്രഡ് ഹാർട്ട്സ് ഗേൾസ് ഹൈസ്കൂളിലെ വാർഷിക ആഘോഷം നടത്തി. പൊതുസമ്മേളനം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽ റവറൻ മോൻ പയസ് മലയക്കണ്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്ലേബാക്ക് സിംഗർ ലിബിൻസ് കറിയ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. മുതലക്കോടം സേക്രഡ് ഹാർട്ട്സ് ഗേൾസ് ഹൈസ്കൂളിലെ വാർഷികാഘോഷം നടത്തി. പൊതുസമ്മേളനം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. അടുത്തതായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അടുത്തതായി തിരിച്ചറിയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി ജനറലാണ്. നമ്മുടെ സിവിൽ ടീച്ചർ കൂടിയാണ്. അടുത്തതായി ലോകരാജ്യങ്ങളിൽ പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെയുള്ള വികസിത രാഷ്ട്രങ്ങളിലൊക്കെ 40 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായപരിധിയുള്ള നിരവധി വനിതകൾ നേതൃരംഗത്ത് സെനറ്റർമാരായി അതുപോലെ പാർലമെന്റ് അംഗങ്ങളായി ഒക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. ഒട്ടനവധി രാജ്യങ്ങളുടെ ഏതാണ്ട് ഈ കഴിഞ്ഞ നാളുകൾ വരെ നോക്കിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തിൻ്റെ നേതൃപദവി അലങ്കരിച്ചു കടന്നുപോയ വനിതകളുടെ എണ്ണം നല്ല നിലയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി അവരോധിതയായ കാലഘട്ടം എന്ന് പറയുന്നത് ഇതിനേക്കാളുമൊക്കെ എത്രയോ നാളുകൾക്ക് മുമ്പാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഭരണരംഗത്തും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ താക്കോൽ സ്ഥാനങ്ങളിൽ ഉൾപ്പെടെ കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസം എന്നുള്ളത് വലിയൊരു സമ്പത്താണ്. മറ്റ് സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടുള്ളതാണ്. പക്ഷെ ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആ വ്യക്തി എത്രമാത്രം വളരുമെന്ന് നമുക്ക് നേരത്തെ പറയാൻ പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന
ശ്രീമതി ഷീബ മുഹമ്മദ്. എനിക്ക് ഈ സ്കൂളിൽ തന്നെ ഒരു വിദ്യാർത്ഥിനിയാണ്. അന്ന് മാഡം തിരിച്ചു കാണില്ല ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നവര് 10 വർഷം കഴിഞ്ഞാൽ എവിടെയായിരിക്കും ആർക്കും പറയാൻ പറ്റുന്നില്ല. ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിങ്ങൾ വലിയ വ്യക്തികളായിട്ട് ജോലി ചെയ്യുന്ന ആളുകളായി തീരും. വികാരി ജനറൽ റവറൻ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഈ സ്കൂളിലാണ് പെണ്ണുങ്ങൾ ശക്തിപ്പെടേണ്ടത്. ഇങ്ങനെയുള്ള സ്കൂളുകളൊക്കെ സ്ഥാപിക്കുന്ന പ്രധാന വിഷയം സ്ത്രീകളുടെ ആവശ്യങ്ങളും അവരുടെ ഉൾക്കൊള്ളലും അവരുടെ സ്വപ്നങ്ങളും അവരുടെ പ്രതീക്ഷകളും അവരുടെ പ്രശ്നങ്ങളും എല്ലാം പ്രത്യേകം പഠിച്ച് അവർക്ക് വേണ്ടി മാത്രമായി ശ്രദ്ധ ലഭിച്ച് അവരെ വളർത്തിയെടുത്ത് സ്ത്രീ ശാക്തീകരണമുള്ള സ്ഥാപനമാണ് ഇങ്ങനെ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് മാത്രമുള്ള സ്ഥാപനം. ആ നിലയിലാണ് ഈ സേക്രഡ് ഹാർട്ട് ഹൈസ്കൂൾ വേറിട്ട് നിൽക്കുന്നത്, വ്യത്യസ്തമായി നിൽക്കുന്നത്. ഇന്ന് പെൺകുട്ടികള് വീട്ടിൽ കറി അരിഞ്ഞും പാത്രം കഴിയും പുല്ല് വെട്ടിയും പശു വെട്ടിയും ജീവിതം തീർക്കാനുള്ളവരല്ല. കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി റവറൻ ഫാദർ മാത്യു മുണ്ടയ്ക്കൽ യാത്രയയപ്പ് സന്ദേശം നൽകി. പ്ലേബാക്ക് സിംഗർ ലിബിൻസ് കറിയ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ഹെഡ് മിസ്ട്രസ് സുനി എം കുര്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് സുവനീർ പ്രകാശനം ചെയ്തു. തൊടുപുഴ ഡിവൈഎസ്പി ഇമാനുവൽ പോൾ, ഇടുക്കി DDE വിജയ R എന്നിവർ പ്രതിഭകളെ ആദരിച്ചു. മുനിസിപ്പൽ കൗൺസിലർ ഷഹന ജാഫർ, തൊടുപുഴ DEO ശ്രീലത ES, തൊടുപുഴ AEOയും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഷീബ മുഹമ്മദ്, റിട്ടയേർഡ് HM സിസ്റ്റർ മേരി ആൻഡ് സെസറ്റ്, PTA പ്രസിഡന്റ് ജിൽസൺ പീറ്റർ, MPTA പ്രസിഡന്റ് സുജാത AV, സ്റ്റാഫ് സെക്രട്ടറി ആനി ജോർജ് തുടങ്ങിയവർ ചടങ്ങിന് ആശംസ നേർന്നു. അധ്യാപക പ്രതിനിധി സിസ്റ്റർ സൗമ്യ മാത്യു SH സ്വാഗതവും സ്കൂൾ ലീഡർ ഫാസിദ ഷിയാസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. 4 ദിവസങ്ങളിലായിട്ടാണ് ആഘോഷം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, മുതലക്കുളം. മുട്ടം എള്ളുംപുറത്ത് യുവാവിനെ എക്സൈസ് സംഘം മയക്കുമരുന്ന് കേസ് ചുമത്തി ജയിലിൽ അടച്ചത് ബ്ലേഡ് മാഫിയയുടെ സമ്മർദ്ദത്തിലാണെന്ന് ആക്ഷേപം. ഓട്ടോ ഡ്രൈവറായ സിറിൽ ജോൺസനെയാണ് വീട് കയറി എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്ത് വീട്ടുകാരുടെ മുന്നിലിട്ടും എക്സൈസ് ഓഫീസിലിട്ടും ക്രൂരമായി മർദ്ദിച്ച് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി 27-ന് ബ്ലേഡ് മാഫിയ വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭണത്തിന് തുടക്കം കുറിക്കുമെന്ന് സമിതി ചെയർമാൻ ജെയിംസ് കോലാനി അറിയിച്ചു. സിറിൽ ജോൺസൺ എന്ന് പറയുന്ന ആദിവാസി യുവാവ് കഞ്ചാവും ഹാഷിസോയിലും അവൻ്റെ ഓട്ടോറിക്ഷയിൽ നിന്ന് പിടിച്ച് അതവിടെ വച്ചിട്ട് പിടിപ്പിക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അതിന് 4 ദിവസം മുൻപേ എക്സൈസ് ഉദ്യോഗസ്ഥർ സിറിൽ ജോൺസന്റെ വീട്ടിൽ വരികയും അവിടെ ആകമാനം റെയ്ഡ് നടത്തുകയും നാട്ടുകാരെയെല്ലാം പിടിച്ചുകൂട്ടി സിറിൽ ജോൺസൺ ഒരു കഞ്ചാവ് വിൽപ്പനക്കാരനാണെന്ന പ്രതീതി ആദ്യമേ സൃഷ്ടിക്കുകയും അങ്ങനെ സൃഷ്ടിച്ചതിന് ശേഷം അതിനുശേഷം 4 ദിവസം കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് വണ്ടി കയറില്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പാവം ആദിവാസി യുവാവാണ് ഈ സിറിൽ ജോൺസൺ എന്ന് പറയുന്നത്. റോഡിൽ വണ്ടി ഇട്ടിട്ട് വീട്ടിലേക്ക് നടന്നു കയറിപ്പോയി. പിറ്റേ ദിവസം രാവിലെ വണ്ടി എടുക്കുവാൻ വന്നപ്പോൾ ഈ വണ്ടിക്കകത്ത് ഒരു കൂടിൻ്റെ അകത്ത് അവർ പറയുന്നത് ശരിയാണെങ്കിൽ 1.5 കിലോ കഞ്ചാവും 800 ഗ്രാം ഹാഷിസ് ഓയിലുമാണ് അതിൻ്റെ അകത്ത് നിന്ന് പിടിച്ചെടുത്തതെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത്. ഒരു കാര്യം, 7 മണി മുതൽ മൂലമറ്റം എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർ അവിടെ വന്ന് കിടക്കുന്നു, റോട്ടിൽ വന്ന് കിടക്കുന്നുണ്ട്. കൃത്യമായി ആളുകൾ ഇവിടെ നിന്ന് ആരും വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോൺസൺ വണ്ടിയിലേക്ക് വരുന്ന വിവരവും ജോൺസനെ കൊണ്ട് ആ പൊതി എടുപ്പിക്കുകയും അവൻ്റെ വീട്ടിൽ ചെല്ലുകയും അമ്മയുടെയും സഹോദരിയുടെയും മുൻപിൽ വെച്ച് ക്രൂരമായി ജോൺസനെ മർദ്ദിക്കുകയും ജോൺസനെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി ജോൺസന്റെ വീട്ടിൽ നിന്ന് ഇത്രയും സാധനം വണ്ടിയിൽ പിടിച്ചു എന്ന് പറയുകയും ഇവർ ജോൺസനെ കൊണ്ടുപോയി മൂലമറ്റം റേഞ്ച് ഓഫീസിൽ കൊണ്ടുപോയി കട്ടിൽക്കാലയിൽ ഒരു രാത്രി മുഴുവൻ ബന്ധിച്ചിട്ട് മർദ്ദിച്ചു. അവിടെ ലോക്കപ്പില്ല എങ്കിൽ അടുത്ത് ലോക്കപ്പുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്കോ മറ്റും മാറ്റുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നതെങ്കിൽ ജോൺസനെ ഒരു കട്ടിൽക്കാലയിൽ ബന്ധിപ്പിച്ചിട്ട് രാത്രി മുഴുവൻ മർദ്ദിക്കുകയുണ്ടായി. ഈ സംഭവം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ 27-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മുട്ടം ടൗണിൽ കുടുംബശ്രീ ഓഫീസിന് പരിസരത്ത് നിന്ന് 100 കണക്കിന് സ്ത്രീകളും അപാലകത്തും ജനങ്ങളും അണിനിരക്കുന്ന ഒരു പ്രതിഷേധ പ്രകടനവും മുട്ടം ടൗണിൽ ഒരു പ്രതിഷേധ യോഗവും നടത്തപ്പെടുകയാണ്.
ഒരു പാവം ആദിവാസി യുവാവിനെ കളവായി കഞ്ചാവ് ഹാഷിസ് ഓയിൽ പിടിപ്പിച്ച ഈ ഉദ്യോഗസ്ഥർക്കും ഈ ഗ്രൗണ്ടിൽ ഗുണ്ടകൾക്കും എതിരെ ജനമനസ്സ് ഉയരേണ്ടതുണ്ട് എന്നും അതിൽ എല്ലാ ആളുകളും സ്നേഹബുദ്ധിയാ പങ്കെടുക്കണമെന്നും ബ്ലേഡ് മാഫിയ വിരുദ്ധ സമിതിക്ക് വേണ്ടി സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റി ആസ്ഥാന മന്ദിരമായ MES സെന്റർ ശിലാസ്ഥാപനവും വാർഷിക ജനറൽ ബോഡിയും മങ്ങാട്ടുകവലിയിൽ നടന്നു. MES സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം BM അബ്ബാസ് ശിലാസ്ഥാപനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PH ഹനീഫ റാവുത്തർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ നിരീക്ഷകൻ PH നജീബ്, സെക്രട്ടറി ബാസിദ് ഖസൻ, ട്രഷറർ ഫൈസൽ കമാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചെറിയ ചെറിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്, ഇല്ലെന്ന് അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മറച്ചു വെക്കാൻ ഒക്കെയല്ല. എങ്കിലും നമുക്ക് ഇനിയുള്ള കാലം ഇത് എന്തിനാണ് നമ്മൾ MESൽ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കണം. നമുക്ക് വ്യക്തിപരമായിട്ട് വലിയ നേട്ടങ്ങളില്ലെങ്കിലും നമുക്കൊരു സൗഹൃദം, നമ്മുടെ കൂട്ടായ്മ വളരെ വിലപ്പെട്ടതാണ്. നമ്മളത് കുറച്ചും കൂടെ പ്രായമാകുമ്പോഴേ നമ്മളതിൻ്റെ വില അറിയുള്ളൂ. നമ്മളിങ്ങനെ ഇപ്പം തന്നെ പലരും റിട്ടയർമെൻ്റൊക്കെ കഴിഞ്ഞ് വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നവരാണ്. അപ്പോൾ MES പ്രവർത്തനത്തിലൂടെ അവരൊരു കൂടെ ഒരു ഊർജം കിട്ടുകയാണ്. ഈ പ്രവർത്തനത്തിൽ വരികയും ഇതുപോലെ മീറ്റിങ്ങിന് വരിക, കോഴിക്കോട് പോകുന്നു, അവിടെ പൊതുയോഗത്തിന് പോകുന്നു, പല കാര്യങ്ങളും ബന്ധപ്പെടുന്നു, സ്കൂളിൽ മീറ്റിങ്ങിന് പോകുന്നു, അല്ല സ്കൂൾ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നു, കോളേജ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ഒരു നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ തർക്കങ്ങളൊക്കെ ഒഴിവാക്കി എപ്പോഴും നല്ല സൗഹൃദം ഒന്ന് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് തന്നെ അറിയാം, ഏത് കോളേജ് കമ്മിറ്റിയിൽ ഇരുന്നാലും എവിടെ ഇരുന്നാലും കുറേ കഴിയും നമ്മൾ മാറിക്കൊടുത്ത് അടുത്ത ആൾ വരും. നമ്മളവിടെ എന്തെങ്കിലും ചെയ്തെന്നുള്ളതൊന്നും പടച്ചവൻ്റെ ഭാഗത്തു നിന്ന് വല്ല തൃപ്തി കിട്ടിയെങ്കിലും അല്ലാതെ നമുക്ക് വ്യക്തിപരമായ ഒരു നേട്ടങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാകത്തില്ല. അപ്പം നമ്മളതൊരു സാമുദായിക സേവനത്തോടൊപ്പം നമുക്കൊരു നല്ല ഇബാദത്താണ്. ഒരു വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നത് നല്ലൊരു ഇബാദത്തായിട്ട് കാണുകയും നമ്മുടെ നീയത്ത് ശരിയാണെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല. എല്ലാവരുമായിട്ടും സൗഹൃദത്തിൽ പോകുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് തറക്കല്ലിടാൻ പോകുന്ന ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പാമ്പങ്കയം 800 മേഖലയിൽ കാട്ടാന ആക്രമണം. പാമ്പങ്കയം സ്വദേശി ജോർജ് ജോസഫിന്റെ വീടിന് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. വീടിന്റെ ജനാല തകർത്ത് അകത്തിരുന്ന അരി കാട്ടാന ഭക്ഷിച്ചു. തെങ്ങ് ഉൾപ്പെടെയുള്ള കൃഷി വിളകളും കാട്ടാന നശിപ്പിച്ചു. മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ കാട്ടാനശല്യം രൂക്ഷമായി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് പാമ്പുംകയം 800 മേഖല. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. പാമ്പുംകയം സ്വദേശി ജോർജ് ജോസഫിന്റെ വീടിന് നേരെയായിരുന്നു ആനയുടെ ആക്രമണം. രാത്രി 10 മണിയോടാണ് ആക്രമണം ഉണ്ടായത്. വീടിന്റെ ജനാല തകർത്ത അകത്തിരുന്ന അരി കാട്ടാന ഭക്ഷിച്ചു. തെങ്ങ് ഉൾപ്പെടെയുള്ള കൃഷിവിളകളും കാട്ടാന നശിപ്പിച്ചു. തെങ്ങ് മറിച്ചിരുന്ന ശബ്ദം കേട്ടാണ് വീട്ടുടമ ആനയുടെ ആക്രമണം ഉണ്ടായ വിവരം അറിയുന്നത്. തുടർന്ന് ഇയാൾ വീട്ടിൽ നിന്നും രാത്രിയിൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറി. വീടിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ശുചിമുറിയും കാട്ടാന തകർത്തു. വലിയ തോതിലുള്ള കൃഷിനാശമാണ് പ്രദേശത്ത് കാട്ടാന വരുത്തിയത്. ഈ മേഖലയിലെ കാട്ടാന ആക്രമണം ചെറുക്കുവാൻ വനംവകുപ്പിന്റെ ഫലപ്രദമായ ഇടപെടൽ വേണമെന്ന ആവശ്യം പ്രദേശവാസികൾ ഏറെ നാളെ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള വൈദ്യുതി വേലിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ശേഷിക്കുന്ന ഭാഗത്ത് വൈദ്യുതി വേലി തീർക്കുകയും വാച്ചർമാരെ നിയോഗിക്കുകയും വേണമെന്നാണ് ആവശ്യം. പ്രായമായ ആളുകളാണ് ഈ മേഖലയിൽ അധികവും താമസിക്കുന്നത്. ആനയുടെ ആക്രമണം ഉണ്ടായാൽ രാത്രികാലത്തും മറ്റും സുരക്ഷിത സ്ഥലത്തേക്ക് മാറുക ഇവർക്ക് ഏറെ പ്രയാസമുള്ള കാര്യമാണ്. ന്യൂസ് ബ്യൂറോ ഇടുക്കി. പ്രാദേശിക പത്ര, ദൃശ്യ, ശ്രാവ്യ മാധ്യമ പ്രവർത്തകർ ചേർന്ന് മൂലമറ്റത്ത് പ്രസ് ക്ലബ് ആരംഭിച്ചു. അറക്കുളം, കൊടിയത്തൂർ, വെള്ളിയാമറ്റം, ആലക്കോട്, മുട്ടം പഞ്ചായത്തുകളിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കാണ് അംഗത്വം നൽകിയിട്ടുള്ളത്. ക്ലബിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. പ്രസിഡന്റ് സോമി മുണ്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രാദേശിക മാധ്യമ കൂട്ടായ്മ മൂലമറ്റം കേന്ദ്രമായി ആരംഭിച്ച പ്രസ് ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു. മൂലമറ്റം സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ അറക്കുളം പഞ്ചായത്തിന്റെ കെട്ടിടത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സോമി മുണ്ടയ്ക്കൽ അധ്യക്ഷനായി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ജില്ലയുടെ പൊതുവായ ഒരു പശ്ചാത്തലം എടുക്കുമ്പോൾ മറ്റു ജില്ലകളെ പോലെയല്ലല്ലോ. വിസ്തൃതിയേറിയ ജില്ല, ഭൂമിശാസ്ത്രപരമായ സാഹചര്യം ഇതെല്ലാം പരിഗണിക്കുമ്പോൾ കുറെ കൂടി നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ പ്രാദേശിക കൂട്ടായ്മകൾ വളർത്തിയെടുക്കുക എന്നുള്ളത് അനിവാര്യമാണെന്നുള്ളൊരു കാഴ്ചപ്പാടിനകത്തും സംശയിക്കുക. എല്ലാവരെയും പ്രത്യേകം ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ വികസന കാര്യങ്ങളിൽ മൂലമറ്റത്തിനുള്ള സാധ്യതകളെ കുറിച്ചിട്ടാണ്
ശ്രീ മേവിയും ശ്രീ സോമിവരാണ് സൂചിപ്പിച്ചത്. അത് പറയപ്പെടുന്നതൊക്കെ സജ്ജമാക്കണം. ഇപ്പം പവർ ഹൗസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനില്ല, പക്ഷെ പവർ ഹൗസ് നമുക്ക് തുറന്നു തരാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാത്ത അവസ്ഥ നമുക്കറിയാം. അതിനുണ്ടായിട്ടുള്ള അപകടങ്ങൾ, ചില പ്രശ്നങ്ങളെല്ലാം വിഭാഗമായിട്ടുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങൾ, 1-2 തവണ അതിനകത്ത് അപകടമുണ്ടായി, ആൾക്കാർ മരണപ്പെടുകയൊക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷവും. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. കാർഷിക മേഖല വളരെ പ്രതിസന്ധിയിലാണ്. ഏറ്റവും കൂടുതൽ കശുവണ്ടി, ഏറ്റവും കൂടുതൽ നാളികേരം, ഏറ്റവും കൂടുതൽ കുരുമുളക്, നെല്ലിക്ക അടക്കമുള്ള കുടംപുളി എന്ന് വേണ്ട നിത്യോപയോഗ സാധനങ്ങളും അല്ലാതെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശമായിരുന്നു അറക്കുളം, വെള്ളിയാമറ്റം, കൊടയത്തൂര്, മുട്ടം, ആലക്കോട് അടക്കമുള്ള പ്രദേശങ്ങളുണ്ട്. ആ പ്രാധാന്യം നഷ്ടപ്പെട്ടെങ്കിൽ അത് വീണ്ടെടുക്കുന്നതിനുള്ള ഒരു ശ്രമം കൂട്ടായിട്ടുണ്ടാകേണ്ടതുണ്ട്. അത് വീണ്ടെടുക്കണമെങ്കിൽ നമുക്കറിയുന്ന വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. കൃഷിയിൽ നിന്ന് എല്ലാവരും വിട്ടുപോവുകയാണ്. പ്രായമായവർ പോലും കൃഷിയിൽ നിന്ന് വിട്ടുപോവുകയാണ്. ഒരു കൃഷിയും ആദായകരമല്ല. അപ്പോൾ ഇവിടെ ആശ്രയിക്കാവുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ്. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് നിയുക്ത പ്രസിഡന്റ് ടോമി കാവാലം, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KS വിനോദ്, ഇന്ദു ബിജു, ഉഷ വിജയൻ, ഷേർലി അഗസ്റ്റിൻ, വൈസ് പ്രസിഡന്റ് സുബി ജോമോൻ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ജോയ് തോമസ്, രാജേഷ്, സിബി മാളികയ്ക്കൽ, KL ജോസഫ്, വീക്ഷണം ബ്യൂറോ ചീഫ് സാബു നെയ്യശ്ശേരി, മനോരമ പ്രതിനിധി ആൻസൺ വത്സലൻ, കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബിജു ലോട്ടസ്, അജി അലക്കാത്തടം, അനിൽ രാഘവൻ എന്നിവർ പ്രസംഗിച്ചു. പത്രപ്രവർത്തന രംഗത്ത് പ്രാദേശിക ലേഖകരും അല്ലാത്ത ലേഖകരും എന്ന ഒരു വേർതിരിവ് ഇതിൻ്റെ തുടക്കം മുതലുള്ളതാണ്. എങ്കിലും പ്രാദേശിക ലേഖകരുടെ കൂട്ടായ്മയാണ് എന്നും പത്രപ്രവർത്തന രംഗത്ത് സജീവമായിരിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടായ്മ അനുദിനം വളരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അഴിമതികൾ, നീതിരഹിതമായ കാര്യങ്ങൾ എന്നിവ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് മാധ്യമ പ്രവർത്തനത്തിൽ പക്ഷമുണ്ടെന്ന ആരോപണം പലപ്പോഴും ഉയരുന്നത്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, ഭരണമുള്ളപ്പോൾ അഴിമതിക്കെതിരെ എഴുതിയാൽ അത് പക്ഷപാതപരമാണെന്ന് പറയുക, ഭരണമില്ലാത്തപ്പോൾ എഴുതിയാൽ അത് സത്യമാണെന്ന് പറയുക. ഇത് തന്നെയാണ് ഈ നാട് നേരിടുന്ന ഒരു പ്രശ്നം. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ ഒരു പുനർവിചിന്തനം നടത്തുക. സത്യമാണോ മിഥ്യയാണോ എന്നെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൺമുന്നിൽ കണ്ട ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോഴും അത് സത്യമല്ല എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതിനെ വിമർശിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ പൊതുപ്രവർത്തകർ നന്മ ചെയ്യാൻ പഠിക്കുക, സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യാൻ പഠിക്കുക. അതിന് പകരം മാധ്യമ പ്രവർത്തകരെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിന് ഒരിക്കൽ കൂടി ആശംസകൾ. മൂലവറ്റം പ്രസിഡന്റിന് കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ വേണ്ടതായ ഭാവങ്ങളും ആശംസകളും നേരുന്നു. രാത്രിയെന്ന പകർന്ന വ്യത്യാസമില്ലാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനേക്കാൾ ബുദ്ധിമുട്ട് അവർക്ക് 12 മണിക്കൂറുകൾ വേർതിരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ സദാ ഉണർന്നിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരം ആളുകൾക്ക് സാംസ്കാരിക ക്ഷേമനിധി അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ സർക്കാരിൻ്റെ ശ്രദ്ധയിലുണ്ട്, പരിഗണനയിലുണ്ട്. മുൻപ് 2 കോടി രൂപ ശ്രീ KM മാണി സാർ മന്ത്രിയായ സമയത്ത് 2 കോടി രൂപയ്ക്കായിട്ട് മാറ്റിവെച്ചതാണ്. പിന്നീട് അത് നിന്നുപോയി. പിണറായി സർക്കാർ നമ്മളത് വീണ്ടും ചിന്തയ്ക്ക് വെച്ചു. പക്ഷേ ഇപ്പോഴും പെൻഡിങ് കിടക്കുകയാണ്. സാംസ്കാരിക ക്ഷേമനിധി അടക്കമുള്ള സൗകര്യങ്ങൾ പ്രാദേശിക തലമുള്ള മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രിയങ്കര റോഷി മന്ത്രി അടക്കമുള്ള ആളുകൾ ഞങ്ങൾ നിവേദനം നൽകിയിരുന്നു. അക്കാര്യം ഒരിക്കൽ കൂടി പരിഗണിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. മൂലമറ്റം കേന്ദ്രമാക്കി വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പദ്ധതികൾ കൊണ്ടുവരുമെന്നും സമീപ പഞ്ചായത്തുകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കോർത്തിണക്കി ടൂറിസം സർക്യൂട്ടിനുള്ള സാധ്യത പരിഗണിക്കുമെന്നും മൂലമറ്റം പവർ ഹൗസ് സന്ദർശിക്കാൻ അനുമതി നൽകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രാദേശിക മാധ്യമപ്രവർത്തകരാണ് നാട്ടിലെ വികസന പ്രശ്നങ്ങളും സ്പന്ദനങ്ങളും പുറം ലോകത്തും അധികൃതരിലും എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നതെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, അർക്കുളം. തൊടുപുഴ ന്യൂമാൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ന്യൂമനൈസിന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക അനധ്യാപക മെഗാ സംഗമം നടത്തി. ഇടുക്കി ജില്ലാ മജിസ്ട്രേറ്റ് നിക്സൺ M ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വജ്ര ജൂബിലി നിറവിൽ നിൽക്കുന്ന ന്യൂമാൻ കോളേജിൽ നിന്നും 1974, 1999 വർഷങ്ങളിൽ പഠിച്ചിറങ്ങിയ 50 വർഷവും 25 വർഷവും പൂർത്തിയാക്കിയവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ്, ന്യൂമനൈസിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ K. ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇവിടുത്തെ 2 കുട്ടി അഭ്യസന വിധേയമാക്കപ്പെടുകയാണ്.
വളരെയധികം ശതമാനം പിള്ളേര് മയക്കുമരുന്നിന് അടിമകളായിരിക്കണം. അശ്ലീലത്തിന്റെ അടിമത്തത്തിനെ പറ്റി ഒരു കണക്ക് പറഞ്ഞാൽ അത് വളരെ മോശം. ഇങ്ങനെയെല്ലാം പോകുന്ന ആൾക്കാർക്കെതിരെ ഇവിടുത്തെ രാഷ്ട്രീയമോ സമൂഹമോ അല്ലെങ്കിൽ ആത്മീയമായിട്ട് ക്ഷമിക്കുക. ഞാൻ പറഞ്ഞത് കാരണം പിള്ളേർ നല്ല പിള്ളേരാണ്. പിള്ളേർ നമ്മുടെ പിള്ളേര് പഴയ തലമുറയിലാണ്. കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ റീത്തയുടെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ജനുവരി 26 മുതൽ ഫെബ്രുവരി 4 വരെ ഭക്തിയാദരപൂർവ്വം നടത്തപ്പെടുന്നു. തിരുനാളിന് മുന്നോടിയായുള്ള ജപമാലയും നൊവേനയും ജനുവരി 26 വെള്ളിയാഴ്ച ആരംഭിച്ചു. തിരുനാളിലും ദേവാലയ തിരുക്കർമ്മങ്ങളിലും പങ്കുചേർന്ന് ദൈവാനുഗ്രഹം പ്രാപിപ്പാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് കളത്തിപ്പറമ്പിൽ എന്നിവർ അറിയിച്ചു. നാനാജാതി മതസ്ഥർ നെഞ്ചിലേറ്റിയ കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥയും അസാധ്യ കാര്യങ്ങളിൽ അത്ഭുത പ്രവർത്തികയുമായ വിശുദ്ധ റീത്തയുടെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ജനുവരി 26 മുതൽ ഫെബ്രുവരി 4 വരെ ഭക്തിയാദരപൂർവ്വം നടത്തപ്പെടുന്നു. തിരുനാളിന് മുന്നോടിയായുള്ള ജപമാലയും നൊവേനയും ജനുവരി 26 വെള്ളിയാഴ്ച ആരംഭിച്ചു. ഫാദർ ജെറിൽ നിരപ്പേൽ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. നമ്മുടെ തീരുമാനങ്ങൾ എപ്പോഴും ദൈവത്തോട് ചേർന്നുള്ളതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയായി തീരട്ടെ. മഹാവിശുദ്ധനായ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, കർത്താവേ, അങ്ങേക്കായി അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ സൃഷ്ടിച്ചു, അങ്ങിൽ വിലയം പ്രാപിക്കുന്നതുവരെ അത് അസ്വസ്ഥമായിരിക്കും. നമ്മുടെ എല്ലാം ഉള്ളിൽ ഈ ദാഹമുണ്ട്, ദൈവത്തിനായിട്ടുള്ള ദാഹം. അത് ദൈവത്തിന് മാത്രമേ പൂർണ്ണമായിട്ട് ശമിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ദൈവത്തെക്കാൾ വില കുറഞ്ഞ മറ്റു പലതുകൊണ്ടും അത് നമ്മൾ ശമിപ്പിക്കാൻ നോക്കുമ്പോൾ ആ ദാഹം 10 മടങ്ങ് വർദ്ധിക്കുന്നതല്ലാതെ അതൊട്ടും ശമിക്കുകയില്ല എന്ന് നമുക്ക് ഉറച്ച് മനസ്സിൽ ആ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. ഈ ദാഹം ശമിപ്പിക്കണമെങ്കിൽ വേറെ ഒന്നുമല്ല, അത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. ഫെബ്രുവരി 2 വെള്ളിയാഴ്ച തിരുനാൾ കൊടിയേറ്റ് ഫൊറോന വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ നിർവഹിക്കും. ഫാദർ ചാൾസ് കപ്പ്യാരുമലയിൽ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. പ്രധാന തിരുനാൾ ദിവസങ്ങളായ ശനിയാഴ്ച രാവിലെ 6-നും 7-നും 10-നും വിശുദ്ധ കുർബാനയും വൈകിട്ട് 4 മണിക്ക് ലതീഞ്ഞും തുടർന്ന് ആഘോഷമായ തിരുനാൾ കുർബാനയും അർപ്പിക്കും. ഫാദർ ജോസഫ് കട്ടക്കയും മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോർജ് മാറാപ്പിളിൽ സന്ദേശം നൽകും.
തുടർന്ന് സെന്റ് മദർ തെരേസ കപ്പളയിലേക്ക് പ്രദക്ഷിണം, സമാപന പ്രാർത്ഥന, യുവപ്രതിഭ ലിബിൻ സൈമൺ ഒരുക്കുന്ന മ്യൂസിക്കൽ ഫ്യൂഷൻ, ആകാശവിസ്മയ കാഴ്ചകൾ എന്നിവയുണ്ടായിരിക്കും. തുടർന്ന് സെന്റ് മദർ തെരേസ കപ്പേളയിലേക്ക് പ്രദക്ഷിണം, സമാപന പ്രാർത്ഥന, യുവപ്രതിഭ ലിബിൻ സൈമൺ ഒരുക്കുന്ന മ്യൂസിക്കൽ ഫ്യൂഷനും ആകാശവിസ്മയ കാഴ്ചകളും ഉണ്ടായിരിക്കും. ഫെബ്രുവരി 4 ഞായറാഴ്ച രാവിലെ 5:45, 7:15, 10, 11:30 എന്നീ സമയങ്ങളിൽ വിശുദ്ധ കുർബാനയും വൈകിട്ട് 4-ന് ഭക്തിസാന്ദ്രമായ റാസ കുർബാനയും അർപ്പിക്കും. ഫാദർ ജോർജ് പീച്ചാനിക്കുന്നിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ആൽബിൻ പാറക്കനാൽ, ഫാദർ വർഗീസ് പാറമേൽ എന്നിവർ സഹകാർമ്മികത്വവും ഫാദർ ജിതിൻ വടക്കൽ സന്ദേശവും നൽകും. തുടർന്ന് സെന്റ് ജൂഡ് കപ്പേളയിലേക്ക് പ്രദക്ഷിണം, സമാപന പ്രാർത്ഥന, തുടർന്ന് വാദ്യമേളങ്ങൾ, സാമൂഹിക നാടകം എന്നിവ ഉണ്ടായിരിക്കും. ഫെബ്രുവരി 9 മരിച്ചവരുടെ ഓർമ്മ ദിനവും ഫെബ്രുവരി 11 8-ാം ഇടവും ആചരിക്കും. തിരുനാളിലും ദേവാലയ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് കളത്തിപ്പറമ്പിൽ എന്നിവർ അറിയിച്ചു. കാളിയാർ സെന്റ് റീതേഴ്സ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ റീതായുടെയും തീര രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ 2024 ജനുവരി മാസം 26-ാം തീയതി മുതൽ ഫെബ്രുവരി 4 വരെ ആഘോഷിക്കപ്പെടുകയാണ്. തിരുനാളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ തിരുനാൾ ഇവിടെയുള്ള നാനാജാതി മതസ്ഥരുടെ ഒരു തിരുനാളാണ്. ഈ പ്രദേശത്തുള്ള മുസ്ലിംസും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് സെന്റ് റീതാസ് പള്ളിയിലെ തിരുനാൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ തിരുനാളിൻ്റെ പ്രധാന ദിവസങ്ങൾ ഫെബ്രുവരി മാസം 2, 3, 4 തീയതികളിലാണ്. 2-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് കൊടികയറി രൂപം പ്രതിഷ്ഠിച്ച് തിരുനാൾ കുർബാനയോടുകൂടി ആരംഭിക്കുന്നു. 3-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ആഘോഷമായ തിരുനാൾ കുർബാനയും അതോടൊപ്പം തന്നെ കാളിയാർ വണ്ണപ്പുറം ടൗണിലേക്ക് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പള്ളി അങ്കണത്തിന് ഫ്യൂഷൻ പരിപാടിയും വെടിക്കെട്ട് പരിപാടിയും അതുപോലെ തന്നെ ബാൻഡ്, ചെണ്ട എന്നിവയുടെ ആഘോഷങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രധാന തിരുനാൾ 4-ാം തീയതിയാണ്. 4-ാം തീയതി രാവിലെ 5:45 തുടങ്ങി ഏതാണ്ട് 1 മണിക്കൂർ ഇടയിട്ട് ഇവിടെ കുർബാനയുണ്ടായിരിക്കും. വൈകുന്നേരം 4 മണിയാകുമ്പോൾ സഭയുടെ ഏറ്റവും ആഘോഷകരമായ തിരുനാൾ കുർബാന റാസ ഉണ്ടാകും. അതിനെ തുടർന്ന് വചന സന്ദേശവും തുടർന്ന് കാളിയാർ ടൗണിലേക്കുള്ള പ്രദക്ഷിണവും ഉണ്ടാകും. അതിനുശേഷം പള്ളിയിൽ തിരിച്ചെത്തി ഏതാണ്ട് 9 മണിയോടുകൂടി വെള്ളപുരാട് കോമ്പായുടെ 2 നക്ഷത്രങ്ങൾ എന്ന നാടകമുണ്ടായിരുന്നു. ഈ തിരുനാളിലും തിരുക്കർമ്മങ്ങളിലുമെല്ലാം സംബന്ധിക്കുവാനായിട്ട് ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരെ ഈ ദേവാലയത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ തിരുനാളിൽ സംബന്ധിച്ച് വിശുദ്ധിയുടെ അനുഗ്രഹത്താൽ അനുഗ്രഹം പ്രാപിക്കുവാൻ, ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തിരുനാളിൻ്റെ അല്ലെങ്കിൽ ഇവിടെയുള്ള തിരുനാളിൻ്റെ ഒരു പ്രത്യേകതയാണ് ആളുകൾ മുട്ടുകുത്തി പ്രദക്ഷിണമായിട്ട് പള്ളിയുടെ മുൻവശത്ത് കുരിശു ചുറ്റി വരിക എന്നത്. ഈ ദേവാലയത്തിൽ വരുന്ന മിക്കവാറും 90% ആളുകളും അപ്രകാരം അവരുടെ നിയോഗങ്ങൾ വെച്ച് മുട്ടുമേ നടന്ന് കൊന്ത ചൊല്ലി തിരിച്ച് റീത്ത പുണ്യവതിയുടെ രൂപത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ അവർ ഏത് നിയോഗം വയ്ക്കുന്നുവോ
ആ നിയോഗങ്ങളെല്ലാം സഫലമാകും എന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. ഈ വലിയ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ വലിയ വിശ്വാസത്തിൻ്റെ പ്രതീകമായ ഈ ദേവാലയത്തിലേക്ക് ഈ തിരുനാളിന് എല്ലാ ആളുകളെയും നാനാജാതി മതസ്ഥരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. തിരുനാൾ ദിവസങ്ങളിൽ കുമ്പസാരിക്കുന്നതിനും അമ്പ് മുടി എഴുന്നള്ളിക്കുന്നതിനും സൗകര്യമുണ്ടായിരിക്കും. നൊവേന ആരംഭിക്കുന്ന ദിവസം മുതൽ 8-ാം ഇടം വരെ മുട്ടിന്മേൽ നീന്തുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങൾ VBC ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. DCL തൊടുപുഴ പ്രവിശ്യ ടാലന്റ് ഫെസ്റ്റ് സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ നടത്തി. ടൗൺ ഫൊറോന പള്ളി വികാരി റവറൻഡ് ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ റോയ് ജെ കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. ഇതോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച ബുക്ക്ലെറ്റ് ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യു പ്രകാശനം ചെയ്തു. പ്രവിശ്യയിലെ മൂവാറ്റുപുഴ, വഴിത്തല, കലയന്താനി, കരിമണ്ണൂർ, മൂലമറ്റം, തൊടുപുഴ, രാമപുരം മേഖലകളിൽ നിന്നായി 71 സ്കൂളുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭകൾ മാറ്റുരച്ചു. 36 ഇനങ്ങളിൽ മത്സരങ്ങൾ അരങ്ങേറി. DCL തൊടുപുഴ പ്രവിശ്യ ടാലന്റ് ഫെസ്റ്റ് സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ നടത്തി. ടൗൺ ഫൊറോന പള്ളി വികാരി റവറൻഡ് ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ റോയ് ജെ കല്ലറങ്ങാട്ട് അധ്യക്ഷനായി. ഇതോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച ബുക്ക്ലെറ്റ് ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യു പ്രകാശനം ചെയ്തു. പ്രവിശ്യയിലെ മൂവാറ്റുപുഴ, വഴിത്തല, കലയന്താനി, കരിമണ്ണൂർ, മൂലമറ്റം, തൊടുപുഴ, രാമപുരം മേഖലകളിൽ നിന്നായി 71 സ്കൂളുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭകൾ മാറ്റുരച്ചു. 36 ഇനങ്ങളിൽ മത്സരങ്ങൾ അരങ്ങേറി. സമാപന സമ്മേളനം കൊച്ചേട്ടൻ ഫാദർ റോയി കണ്ണഞ്ചിറ ഉദ്ഘാടനം ചെയ്തു. CMI മൂവാറ്റുപുഴ പ്രൊവിൻസ് വിദ്യാഭ്യാസ കൗൺസിലർ ഫാദർ ബിജു വെട്ടുകാട്ടിൽ മുഖ്യാതിഥിയായിരുന്നു. ബിജോയ് മാത്യു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രോഗ്രാം കോർഡിനേറ്റർ എബി ജോർജ്, റിസോഴ്സ് ടീം കോർഡിനേറ്റർ തോമസ് കുണിഞ്ഞി, സിബി കെ ജോർജ്, നൈസിൽ പോൾ, ഫിലോമിന ജെ പൈക്കട, കൃഷ്ണപ്രസാദ് പനോളിൽ എന്നിവർ പ്രസംഗിച്ചു. LP, UP, HS വിഭാഗങ്ങളിൽ തൊടുപുഴ മേഖല ഓവറോൾ നേടി. 3 വിഭാഗങ്ങളിലും മൂലമറ്റമാണ് ഫസ്റ്റ് റണ്ണറപ്പ്. LPയിൽ വഴിത്തലയ്ക്കും UPയിൽ കരിമണ്ണൂരിനും HSൽ മൂവാറ്റുപുഴയ്ക്കുമാണ് സെക്കൻഡ് റണ്ണറപ്പ്. സ്കൂൾ തലത്തിൽ LPയിൽ തൊടുപുഴ ഡീപോൾ, തൊടുപുഴ ജയറാണി പബ്ലിക് സ്കൂൾ, മൂലമറ്റം സെന്റ് ജോർജ്, UPയിൽ തൊടുപുഴ ജയറാണി പബ്ലിക് സ്കൂൾ, മൂലമറ്റം സെന്റ് ജോർജ്, കരിമണ്ണൂർ നിർമ്മല, HSൽ തൊടുപുഴ ഡീപോൾ, തൊടുപുഴ ജയറാണി പബ്ലിക്, മൂവാറ്റുപുഴ നിർമ്മല എന്നിവ ആദ്യ 3 സ്ഥാനങ്ങൾ നേടി. ഓവറോൾ വ്യക്തിഗത ജേതാക്കൾക്ക് ട്രോഫികളും മൊമെന്റോകളും ബഹുമതി പത്രങ്ങളും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സ്വതന്ത്ര ഭാരതത്തിന്റെ ശക്തി രാജ്യസ്നേഹമുള്ള ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണെന്ന് എറണാകുളം LR ഡെപ്യൂട്ടി കളക്ടർ VE അബ്ബാസ്. തൊടുപുഴയിൽ റിപ്പബ്ലിക് ദിനത്തിൽ യൂണിറ്റി സോക്കർ ക്ലബ്ബ് ഓഫീസിന് മുന്നിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് സാലി എസ് മുഹമ്മദ് നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റി സോക്കർ ക്ലബിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷവും നവീകരിച്ച ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവും നടത്തി. എറണാകുളം LR ഡെപ്യൂട്ടി കളക്ടർ VE അബ്ബാസ് ദേശീയ പതാക ഉയർത്തി. ക്ലബ്ബ് പ്രസിഡന്റ് സാലി എസ് മുഹമ്മദ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്ര ഭാരതത്തിന്റെ ശക്തി രാജ്യസ്നേഹമുള്ള ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണെന്ന് VE അബ്ബാസ് പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുവാൻ ഒരു ഛിദ്രശക്തിയെയും അനുവദിക്കാത്ത ചെറുപ്പക്കാരുടെ രാജ്യസ്നേഹം രാജ്യത്തിന്റെ ഏത് മേഖലയിലും പ്രകടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇന്ന്. നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് നമ്മൾ ആമുഖമായിട്ട് ഈ ക്ലബിലെ പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ധാരാളം കാര്യങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് വീണ്ടും നമ്മുടെ ഈ ക്ലബ്ബ് പുനരുജ്ജീവിപ്പിച്ച് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ക്ലബ്ബ് പുനരുജ്ജീവിപ്പിച്ച് ഇന്ന് ഈ ഇന്ത്യയുടെ 75ാമത്
റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് അമ്മൻ ബസിൻ്റെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുവാൻ നമ്മൾ എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളതാണ്. അതിനോടനുബന്ധിച്ച് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പബ്ലിക് ദിനത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചടങ്ങിൽ ജനറൽ സെക്രട്ടറി രതീഷ് ചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. KM ജോർജ്, PA ഷംസുദ്ദീൻ, ജാഫർ ഖാൻ മുഹമ്മദ്, VE താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അടിമാലി കൂമ്പമ്പാറ ഫാത്തിമ മാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആനുവൽ ഡേ ആഘോഷം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അടിമാലി കൂമ്പൻപാറ ഫാത്തിമ മാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആനുവൽ ഡേ ആഘോഷം സംഘടിപ്പിച്ചു. 61ാമത് ആനുവൽ ഡേ ആഘോഷമാണ് നടന്നത്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ദേവികുളം താലൂക്കിൻ്റെ ഏറ്റവും റിമോട്ടായിട്ടുള്ള ആദിവാസി സഹോദരങ്ങളുടെ മക്കൾ ഉൾപ്പെടെ എത്രയോ കിലോമീറ്ററുകളുടെ അപ്പുറത്തു നിന്നും കുട്ടികളിവിടെ പഠനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത് KG മുതൽ LP സ്കൂളും UPയും ഹൈസ്കൂളും ഒക്കെ കടന്ന് ഹയർ സെക്കൻഡറി തലത്തിലാണെങ്കിലും നമ്മുടെ ജില്ലയിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു വിദ്യാലയമായി നമ്മുടെ സ്കൂൾ മാറിയിരിക്കുന്നു. ദേവികുളം താലൂക്കിൽ മാത്രമല്ല ഇടുക്കി ജില്ലയുടെ തന്നെ വിദ്യാഭ്യാസ ഉന്നതി അത് യാഥാർത്ഥ്യമാക്കുന്നതിൽ നമ്മുടെ ഈ വിദ്യാലയം വഹിക്കുന്ന പങ്ക് അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ നാടിന് ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ അനുസരിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യശേഷിയും കർമ്മശേഷിയും. ദീർഘകാലത്തെ അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിച്ച സിസ്റ്റർ പ്രീതി CMC, റീന ജെയിംസ് എന്നിവർക്ക് ചടങ്ങിൽ യാത്രയൊരുക്കി. ആഘോഷം വർണ്ണാഭമാക്കി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചടങ്ങിൽ സ്കൂൾ മാനേജർ സിസ്റ്റർ ആനി പോൾ CMC അധ്യക്ഷത വഹിച്ചു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CD ഷാജി, KK രാജു, ഷൈൻമോൻ MK, സിസ്റ്റർ വിൽസി മരിയ CMC, സിസ്റ്റർ ക്രിസ്റ്റീന CMC, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ K ജോർജ്, ബിൻസി സുനിൽ, ടാജി അലക്സ്, ഫാദർ എൽദോസ് കൂറ്റപ്പാല കോർ എപ്പിസ്കോപ്പ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തിന്റെ 75ാം റിപ്പബ്ലിക് ദിനാചരണം ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് നടന്നു. ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പതാക ഉയർത്തിയ ശേഷം മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദേശം നൽകി. മുതലക്കോടം സേക്രഡ് ഹാർട്ട്സ് ഗേൾസ് ഹൈസ്കൂളിലെ വാർഷികാഘോഷം നടത്തി. പൊതുസമ്മേളനം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം രൂപത മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റി ആസ്ഥാന മന്ദിരമായ MEA സെന്റർ ശിലാസ്ഥാപനവും വാർഷിക ജനറൽ ബോഡിയും മങ്ങാട്ട് കവലയിൽ നടന്നു. MEA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം BM അബ്ബാസ് ശിലാസ്ഥാപനം നിർവഹിച്ചു. പ്രാദേശിക പത്ര, ദൃശ്യ, ശ്രാവ്യ മാധ്യമ പ്രവർത്തകർ ചേർന്ന് മൂലമറ്റത്ത് പ്രസ് ക്ലബ് ആരംഭിച്ചു. ക്ലബിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. പ്രസിഡന്റ് സോമി മുണ്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ന്യൂമനൈറ്റ്സിന്റെ നേതൃത്വത്തിൽ
പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക അനധ്യാപക മെഗാ സംഗമം നടത്തി. ഇടുക്കി ജില്ലാ മജിസ്ട്രേറ്റ് നിക്സൺ എം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.